ഇങ്ങനെയൊക്കെ മോയെ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്ത് കാണിക്കാനായിരിക്കും സ്വന്തം ആൾക്കാർ വിട്ട് പിടിച്ചോണ്ട് പോയത്. അവളുടെ തീനുള്ള മറുപടി നീ പറയണതാ ഞാൻ പറയണ. 10 മാസം ഒരേ പള്ളിയെ കിടന്ന് ഈ ഉടപ്പറന്ന് നിനക്കെപ്പോഴേ ശത്രുവായത്? നന്നാക്കാൻ വന്നത് ഇങ്ങനൊരുത്തരാണെന്ന് അറിയുമ്പോ അണ്ണാന്നും പറഞ്ഞ് ഓടി വരുമെന്ന് വിചാരിച്ചു. കണ്ടില്ലല്ലോ എങ്ങനെ വരാനൊക്കെ ഉണ്ട്. ആനീഷ് മട്ടിലും മാനിയർ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാനുള്ള പരകം പാച്ചിലല്ലേ. അതിന്റെ ഇടയിൽ എന്തരണ്ണ എന്തരപ്പ എന്തായാലും സ്വന്തം ചോരകൾ ഇല്ലടി. ഇല്ലോള സ്നേഹം പെറ്റന്മാരെടുത്തും ചോദിച്ചു വാങ്ങിക്കാൻ പറ്റാതെ പോയതിനോട് ഞാൻ ഏട്ടൻ വാ. പറഞ്ഞ മനസ്സിലാവാത്ത ഇവരുടെ മുമ്പിൽ എന്റെ ഏട്ടൻ ചെറുതാവണ്ട. വാ. നിനക്ക് പകരമായിട്ട് കാലിച്ചന്തെന്ന് എടുത്ത് വളർത്തിയാണ് ഞാൻ അവനെ. യവ എനിക്ക് വേണ്ടി ചാവും. നീ എന്നെ കൊല്ലാൻ ആളെ വിടും. ഇത് രണ്ടു നടന്നാലും അതൊരു തോൽവി തന്നെയാണ്. എനിക്ക് മാത്രമല്ല, എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കപ്പ ആദ്യത്തിനും. എന്നാലും സഹോര കുന്നോളം ഉണ്ട് കേട്ടാ ഉള്ളില് സങ്കടങ്ങള്. നിനക്കും വേണ്ടിട്ട് മാറ്റിവെച്ചാണ് ഞാൻ ഇടത്തേണിന്റെ കാഴ്ചകൾ. ഇതിന് പകരമായിട്ട് 10,000 കണ്ണും മാറ്റിവെക്കാനുള്ള സ്ഥിതിയുണ്ട് ഇപ്പ. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ കൊണ്ടു നടക്കണത് മരണം വരെ എനിക്ക് എന്റെ അനിയനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് പിന്നെ എന്നെ കൊല്ലാനും വേണ്ടി കായയിലൂടെ തേപ്പിച്ചോണ്ടോടെ നീ പറഞ്ഞു കളഞ്ഞല്ലേ എന്റെ ഇടത്ത് ഭാഗത്ത് ഇരുട്ടാണെന്ന്. നന്നായിട്ടുണ്ട്. ഒരായുസ് മുഴുവൻ മേക്കണോ എന്റെ അടി കൊണ്ട് നടന്നാലും അവസാനം അറവ് കത്തി തന്നെ കഴുത്തില്. നമ്മളില്ലേ